ഇപ്പോൾ ലൈവിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രതീഷ് ഗബ്രിയുമായിട്ട് അല്പനിമിഷം സംസാരിക്കുകയാണ്. ഗബ്രിയിൽ നിന്നും കാര്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രതീഷ് തന്നോട് സംസാരിക്കുന്നത്. ഇവരുടെ പ്രണയമാണ് അവിടുത്തെ പ്രമേയം. എന്തായാലും ഈ ചോദ്യം ഇങ്ങേർക്കൊട്ടും സുഖിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതോ നെറ്റിക്കൊന്ന് ഉമ്മ കൊടുക്കുന്നതോ അത് അശ്ലീലമാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. പിന്നെ പ്രണയത്തിൽ മാത്രമേ ഒരു പെണ്ണിന്റെ തോളിൽ കൈയിടാൻ പറ്റൂ എന്നുള്ളത് എവിടെയാ ഉള്ളത്? മാത്രവുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രണയമല്ല എന്ന് ഇവിടെ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരോടും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിലാണെന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? രതീഷ് എടുത്തു ചോദിക്കുകയാണ് വീണ്ടും. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വേണ്ടേ? അതെന്താണെന്നായി ചോദിക്കുന്നത്. അല്ല, അത് തന്നെയാണ് എൻ്റെ ക്ലാരിറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇങ്ങേരി പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന്? എന്തായാലും പുതിയൊരു സർവകലാശാല സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു റിസർച്ച് സെന്റർ കൊണ്ടുവരികയോ ചെയ്യണം, ക്ലാരിറ്റി ഇല്ലായ്മയിലെ ക്ലാരിറ്റി എന്താണ് എന്ന് കണ്ടെത്തി ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി. പക്ഷേ മോശം പറയരുതല്ലോ, ആൾക്കാരുടെ മുമ്പിൽ നുണ പറഞ്ഞൊരു ക്ലാരിറ്റി ഉണ്ട് എന്ന് വരുത്താൻ, അങ്ങനെ ആൾക്കാരെ കബളിപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് എൻ്റെ ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി തന്നെയാണ്. പിന്നെ രതീഷിനോട് ഒരു വാണിംഗ് പോലെയാണ് സംസാരിച്ച് നിർത്തുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിനകത്ത് ഇയാൾ എന്തിനാ തലയിടാൻ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒടുവിൽ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ചോദിക്കുവാൻ വേണ്ടി പോയ രതീഷ് പെട്ടു. രതീഷിന് ഇപ്പോൾ അറിയേണ്ടത് പ്രണയമാണോ സൗഹൃദമാണോ എന്നുള്ളതല്ല, ക്ലാരിറ്റി ഇല്ലായ്മയാണോ ക്ലാരിറ്റി, അതിലൊരു ക്ലാരിറ്റി ഇല്ലേ എന്നുള്ളതാണ്. എന്തായാലും ഇതും ഇതുപോലെയുള്ള ചില മുതലുകളും ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിപ്പെട്ടതാണ് ബിഗ് ബോസിന് ഈ സമൂഹത്തിന് നൽകുവാനുള്ള ഏറ്റവും നല്ല ക്ലാരിറ്റി. ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ക്ലിയർ ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. എനിക്ക് കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്.